ഹലോ ഗൈസ്, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഡാഡിൻ്റെ നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ള റൂമിലാട്ടോ. ഓക്കെ, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഏകദേശം കുറച്ച് ഐഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു വലിയൊരു ലെങ്ത്തുള്ള വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവിടെ എത്തി കാണാം. ഇപ്പോൾ പാർക്കിന് വണ്ടി എടുത്ത് നമ്മൾ നേരെ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ അമ്പാടി ഗ്രീൻ വിഡോസ് ആലുവ, അതാണ് റിസോർട്ടിൻ്റെ പേര് കേട്ടോ. ഗൈസ് ഉഗ്രനായി കേട്ടോ. ഗൈസ് ശനിയാഴ്ച രാത്രി തലേന്ന്, ഓക്കെ, അന്ന് ശനിയാഴ്ച രാത്രി തന്നെ പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ ഗൈസ് എന്താ പറയുക, നമ്മൾ ഇതുമായിട്ട് കാണട്ടെ ഒരു വെറൈറ്റി പരിപാടി. അതും റിസോർട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും, നമ്മളെ ഫാമിലി കുറച്ച് പേരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ ഫാമിലി, ചെക്കൻ്റെ വക പാട്ടും കാര്യങ്ങളും. നമ്മളവിടെ എത്തിയത് തുറന്ന് മൊത്തം ഡാൻസിങ് കിട്ടോ ഗൈസ്. മെഹന്തി കല്യാണം പൊളിച്ചടുക്കി രാത്രി. എൻ്റെ പൊന്നു തമാശകൾ പറഞ്ഞ് ചിരിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഡാൻസ് ഗൈസ്, അതൊന്നും മറക്കാനില്ല കേട്ടോ. ഇത് ഒരു ഒന്നൊന്നര കല്യാണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോ എടുക്കലും എൻ്റെ അമ്മ മധുരം കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഞാൻ മൊത്തം ഫോട്ടോ എടുക്കലാണെങ്കിൽ ഫോക്കസ് ചെയ്തിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ എടുക്കാത്ത ഒരു വ്ളോഗാട്ടോ. അതും എൻ്റെ ആൻറ്റിൻ്റെ മോളെ, എൻ്റെ ഇത്താത്തൻ്റെ മാരേജ് ആയതുകൊണ്ട് തന്നെ അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, ഫോട്ടോ എടുക്കാൻ പറ്റി. ഭക്ഷണമൊക്കെ അടിപൊളി. നെയ്ച്ചോറ്, ചിക്കൻ കറി ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഉണ്ട് ഗൈസ്. നാളെ ഉച്ചക്ക് ഹോളിൽ വെച്ചിട്ടാണ് പരിപാടി കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ ഗൈസ്, അപ്പോൾ അവിടെയാണ് പരിപാടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മോസി, യാസീൻ്റെ കാക്ക, അനിയന്, പിന്നെ എൻ്റെ മാമൻ്റെ മോൻ അമീമൻ, നമ്മളെല്ലാവരും ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചെക്കൻ്റെ ഒരു എൻട്രി ഉണ്ട്, മാസ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഉക്കറുണ്ടായിരുന്നു. ചെക്കൻ ഇങ്ങനെ വരാം, നമ്മൾ വിചാരിച്ചില്ല ആരെ വരുന്നത്. പിന്നെ ചെക്കൻ വരുന്നതുകൊണ്ടുള്ള ഡാൻസും കാര്യങ്ങളും അത് വെറൈറ്റി ആയി. ഈ പാട്ട് കാര്യങ്ങൾ കൊടുത്താൽ കോപ്പറേറ്റ് വരും. ഓക്കെ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്, വേറെ ഒന്നും വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത്താത്തിൻ്റെ വക ഡാൻസ് കേട്ടോ. അത് നല്ല പൊളിച്ച് കളിച്ചു. എൻ്റെ പോലെ ഞാൻ വെച്ചാൽ ഇത് നല്ലതിൽ റേസിലൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ട് നല്ലതിൽ കളിച്ചിട്ടോ. നമ്മളെ നെറ്റിപ്പോയി ഇങ്ങനെയൊക്കെ കളിക്കുമെന്ന് ചോദിച്ചിട്ട്. വെറൈറ്റി ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. നാളെ വ്ളോഗ് എന്ന് വെച്ചാൽ അത്ര ലെങ്ത് ഇല്ലെങ്കിലും അടിപൊളി. പിന്നെ വീണ്ടും ചെക്കൻ്റെ എൻട്രി ഒന്നുകൂടി എടുത്ത് ഫ്രണ്ട്സുകളൊക്കെ നിർബന്ധിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തൊട്ടും കൂടിയും മറ്റേ തല്ലുമാലത്തെ ഒരു അടിപൊളി പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ചെക്കൻ്റെ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫസ്റ്റ് എടുത്ത്. പിന്നെ അതുപോലെ തന്നെ സീനൻ്റെയും ഹസ്ബൻഡും മോളും ഒക്കെ തമ്മിൽ ഒരു ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ഓല ഫാമിലി, ഓല ഹാപ്പി, ഒരു ആഘോഷം, അങ്ങനെ ആഘോഷിച്ച് തീർത്തു വേണം ഗൈസ് പറയാൻ കേട്ടോ. ആ കളിയൊക്കെ കണ്ടാൽ ഉള്ളിൽ സന്തോഷം, മോളെ കല്യാണത്തിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളിലുണ്ടായിരുന്നു ഗൈസ്. അതാണ് നമുക്ക് കാണാൻ പറ്റിയത് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇതുപോലത്തെ കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല. ഗുജറാത്തി കഥളകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. ഈ താത്തന്മാരെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. രാത്രി പരിപാടിയൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും നല്ല സന്തോഷമായി. ഒരുപാട് സംസാരിച്ചു. അവൻ്റെ മക്കൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയും ഗെയിം കളിച്ചിട്ടും അങ്ങനെ ഗൈസ് എൻജോയ് ചെയ്യിക്കാൻ പറ്റിട്ടോ. ഇതൊരു വെറൈറ്റി കല്യാണം കേട്ടോ ഗൈസ്. എന്താ പറയുക, ഇന്നത്തെ രാത്രി ഗൈസ് മറക്കാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതുപോലത്തെ വ്ളോഗ്സായിട്ടും ഒക്കെ ആയിട്ടും വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് പരിപാടി കാര്യങ്ങളൊക്കെ അവസാനത്തെ ഒരു ഡാൻസ് ആയിരുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ അവസാനിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളെ മാരേജ് ഒക്കെ കഴിഞ്ഞു വെച്ചാൽ മാരേജ് നാളെ ഉച്ചക്കാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ പോകണം ഗൈസ്. അപ്പോൾ നാളെ ഒരുപാട് വേറെ വെറൈറ്റി വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത മാരേജിൻ്റെ വീഡിയോസ് ഞാൻ ഫുള്ള് ഇടേണ്ട ഗൈസ്. സപ്പോർട്ട് ചെയ്യണം.